ഇന്നിപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പുതിയ ഇൻ്റർമീഡിയറി ലോസ്, അതായത് ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സംവിധാനങ്ങളെ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളും ആ നിയമങ്ങൾക്കെതിരെ നിൽക്കുന്ന ട്വിറ്റർ. ഇവിടെ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മാധ്യമങ്ങളിൽ, അല്ലെ സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയക്കാരും ഇത് വളരെ ഉണ്ടാതിരുന്ന ഇത് കാണുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ ട്വിറ്റർ കേസ് കൊടുക്കുന്നതൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ട്വിറ്റർ ജയിക്കണം എന്നാണ് നമ്മുടെ കേരളത്തിലെ, അല്ലെങ്കിൽ പ്രതിപക്ഷ ഇന്ത്യയെ സ്നേഹിക്കാത്ത മെജോറിറ്റി ആൾക്കാരുടെയും ആഗ്രഹം, മനസ്സിലെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷേ ഇത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നാഷണൽ മീഡിയയിൽ ഇത് ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ചർച്ചകളൊന്ന് ചുമ്മാ ലിങ്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും, കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന എല്ലാ ആൾക്കാരും ഈ നിയമങ്ങൾ അത്യാവശ്യമാണ്, ഈ സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കൂ, പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിമാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു, വന്നിട്ട് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ ഓപ്പറേറ്റ് ചെയ്തു. ബ്രിട്ടീഷ് നിയമങ്ങൾ വെച്ചിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓപ്പറേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇന്ത്യ പിടിച്ചെടുത്തു, ബ്രിട്ടീഷ് നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിച്ചു, നമ്മൾ ബ്രിട്ടീഷ് നിയമങ്ങളോട് നമ്മളും ജീവിച്ചു കുറച്ച് നാൾ. അപ്പം അതുമാതിരി കാണാൻ പറ്റുന്നില്ല എന്നാരോ എന്നെ കാണാൻ പറ്റുന്നില്ല എന്നൊരു കുഴപ്പമുണ്ടോ? രതീഷ് കുമാർ വ്യക്തമായി കാണുന്നില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും ആ പ്രോബ്ലം ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്തായാലും തുടരാം, എന്തായാലും കേൾക്കാമല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നതുമാതിരി ഇവർ അവരുടെ നിയമം അനുസരിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് അവരെ പ്രധാനമായിട്ട് പറയുന്നത്. അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഇന്ത്യൻ നിയമം അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. അവർക്ക് നമുക്കിവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ഫേസ്ബുക്കിൽ പോയി റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, അതും ലിമിറ്റഡ് ഓപ്ഷൻ എന്നുള്ളതല്ലാതെ വേറെ ഓരോ ഓപ്ഷനും നമുക്കില്ല. നമുക്കെതിരെ നമ്മുടെ ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ എന്ത് വിഷയമിട്ടാലും ഇമ്മീഡിയറ്റ്ലി ഈ ജിഹാദി വെട്ടുകളികൾ വന്നിട്ട് ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് തീരെ സഭ്യതയില്ലാത്ത രീതിയിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഈ ഭാഷ ഉപയോഗിച്ച ഒരാളെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാകാറില്ല. നമുക്കത് എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യണം? ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ ആ പോലീസ് പറയും ഞങ്ങൾക്ക് അവിടുന്ന് ഇൻഫർമേഷൻ ഒന്നും കിട്ടാറില്ല. ഒരു ഇൻഫർമേഷനും ആരുടെ ഫേസ്ബുക്കിൻ്റെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്വിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചുരുക്കം കേസുകളാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ സിറ്റുവേഷൻ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് തുടങ്ങാം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിനെ പറ്റിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് വായിക്കാം. 22/1/2021 ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം നിൽക്കുന്ന ഏശം 2 ഏക്കർ സ്ഥലം അവിടുത്തെ ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ആയിരുന്നു. ആ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ടാണ് ആ വസ്തു കയ്യേറി മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ഇപ്പം നിൽക്കുന്ന സ്ഥലം. അത് റവന്യൂ റെക്കോർഡ്സിൽ കൃത്യമായിട്ടുള്ളതാണ്. അത് കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിട്ട് കോടതിയിൽ ആ കേസിൻ്റെ നടപടികൾ തുടങ്ങി. ആ നടപടികൾ തുടങ്ങി എന്നുള്ള വിവരം ഞാൻ ഫേസ്ബുക്ക് വഴി എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കാനായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിങ്ങനെയാണ്: മുരിങ്ങൂറും പെട്ടു. അങ്ങനെ ക്ഷേത്രഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിൽ നടപ്പാക്കി തുടങ്ങി. മുരിങ്ങൂർ തൃക്കോവിൽ ദേവസ്വമക നരസിംഹസ്വാമി ക്ഷേത്രം പൊളിച്ചു നീക്കി 1.97 ഏക്കർ ഭൂമി കൈയടക്കി ധ്യാന കേന്ദ്രം നിർമ്മിച്ച ഡിവൈൻ ധ്യാന കേന്ദ്രക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തൃശൂർ ജില്ലാ കോടതി ആരംഭിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യ മഹാരാജ്യത്ത്
ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് സ്ഥാപിതമായ ഒരു കോടതിയിൽ നടക്കുന്ന കോർട്ട് പ്രൊസീഡിങ്സ് എന്താണെന്ന് ഞാൻ ആകെ ഇതിൽ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു, അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വീണ്ടും ഇത് ഒരു തവണയും കൂടെ ആവർത്തിച്ചപ്പോൾ ഇതേമാതിരി നിസ്സാരമായൊരു പോസ്റ്റിന് നമ്മുടെ നിയമം, ഇന്ത്യയിലെ നിയമത്തിന് ഒരു വിരുദ്ധവുമായി അല്ലാത്ത ഒരു കാര്യം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് എഗെയിൻസ്റ്റ് ആണ്, വയലേറ്റീവ് ആണ് എന്ന് വന്നിട്ട് വീണ്ടും എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പം ഇതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹൈക്കോടതിയിൽ 3/3/2021 ഞാൻ വാദിയായി. ഞാൻ സാറിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഇത്രയും 32 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടായിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വാദിയെ അല്ലെങ്കിൽ പ്രതിയായിട്ട് കേസിൽ പങ്കെടുക്കുന്നത്. ഞാൻ വാദിയായിട്ട് അഡ്വക്കേറ്റ് സ്വാതി, സീനിയർ അഡ്വക്കേറ്റ് സ്വാതികുമാർ വഴി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ 5691/2021 ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിലെ പ്രെയർ ആകെ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ പ്രെയർ ഒന്ന് വായിക്കാം. കേസിൽ നമുക്ക് കോടതിയിലെ റിലീഫ് ചോദിച്ചിരിക്കുന്നു. Declare that Facebook cannot act and function in India in violation of the Constitution of India by the issue of a writ of mandamus by the issue of an appropriate writ or order of direction. അതായത് ഫേസ്ബുക്ക് ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ഡിക്ലെയർ ചെയ്യണം. 2, ഡയറക്ട് ദ ഗവൺമെന്റ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ ഫേസ്ബുക്ക് ടു മേക്ക് ഷുവർ that they operate according to the laws of the land and within the framework of the Constitution of India, and enact laws to set up forms for adjudication of disputes by the issue of writ of mandamus. അതായത് സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കുക. എന്തിന്? ഈ ഫേസ്ബുക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച്, രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഫങ്ഷൻ ചെയ്യണമെന്നും അത് ആ ഭരണഘടനയുടെ ഫ്രെയിംവർക്കിനകത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്കിനകത്ത് നിന്നായിരിക്കണം ഫേസ്ബുക്കിൻ്റെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ. അതിനെ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാൻ, ഇതിനകത്ത് തർക്കങ്ങൾ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാൻ ഒരു ഫോറം, ഡിസ്പ്യൂട്ട് ഫോറം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. അതിപ്പോൾ പെൻഡിങ് ആണ്. നോട്ടീസ് ഇഷ്യൂ ചെയ്തു, അവരൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള മറുപടി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം അത് കഴിഞ്ഞിട്ട് അത് ബെഞ്ചിൽ വരും. അതെന്തോ ആയിക്കോട്ടെ. ഈ സമയത്താണ് ഫെബ്രുവരി 21 2021 ഫെബ്രുവരി, ഇതേ സമയത്ത് തന്നെ, ഞാനിത് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു 25/2/2021. അതിൻ്റെ പേര്, അത് നിയമമാണ്, അത് റൂൾസാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021. ഇപ്പം ഈ നിയമം, ഈ റൂളാണ് ഇതിനകത്ത് ഇവരെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഈ നിയമത്തിൽ ഇവർക്ക് പ്രശ്നമായി കാണുന്ന ഒരേ ഒരു കാര്യമാണ്, പ്രധാന കാര്യം. ആ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ റൂൾ 4 ആണ്. റൂൾ 4 സേസ് അഡീഷണൽ ഡ്യൂ ഡിലിജൻസ് ടു ബി ഒബ്സർവ്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ മീഡിയ. അതിന് മുമ്പ് റൂൾ 2 പറയുന്നുണ്ട്. റൂൾ 2 says grievance redressal mechanism of intermediary. The intermediaries are prominently published on websites, mobile-based app on both. The name of the grievance officer is contact this. അതായത് ഈ ഗ്രീവൻസ് റിഡ്രസ്, അതായത് നമുക്കിപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾക്കെതിരെ ഒരാൾ തെറി വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു കേസ് പോസ്റ്റ് ചെയ്താൽ അതിനൊരു പരാതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ്, ഇപ്പോൾ എൻ്റെ പോസ്റ്റ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിനെതിരെ അല്ലെങ്കിൽ ട്വിറ്ററിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കായി മൂന്ന് ടയറായിട്ടുള്ള സിസ്റ്റം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവണം. അത് ഇന്ത്യയിൽ നിലവിലുള്ള, ഇന്ത്യയിൽ അവരുടെ ഓഫീസിൽ ഫിസിക്കലായി ഹാജരാകുന്ന രീതിയിൽ ഉള്ള ഗ്രീവൻസ് ഓഫീസർമാരെ 3 തലത്തിൽ ഇത് ഉണ്ടാവണം. അപ്പം നമുക്ക് പരാതി കൊടുക്കാൻ പറ്റണം. അത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ആ പരാതിയിൽ ഒരു തീരുമാനമെടുത്ത് അറിയിക്കണം. അതാണ് ഗ്രീവൻസ് സിസ്റ്റം. അപ്പോൾ 3 പേര്. അപ്പോൾ ഈ പറഞ്ഞാൽ മറ്റേ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഇവിടെ കോടിക്കണക്കിന് ആൾക്കാരുടെ ഇത് വെച്ചിട്ട് പരസ്യമൊക്കെ വെച്ച് കോടിക്കണക്കിന് രൂപ, അതൊരു കച്ചവട സ്ഥാപനമാണ്, ഒരു കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇവിടുന്ന് പൈസ ഉണ്ടാക്കുന്നു, പക്ഷേ ഇന്ത്യൻ നിയമങ്ങളൊന്നും അനുസരിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ നിയമമൊന്നും പ്രശ്നമില്ല. ഇഷ്ടമുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും, ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഇടും.
എന്നിട്ട് ഇവരുടെ തന്നെ സ്വന്തമായ ഒരു എൻക്വയറി എന്താ പറയുന്ന ഒരു എൻക്വയറി ഏജൻസി ഉണ്ട്. ആ ഏജൻസി എന്തോ ക്വിൻ്റൻ കണ്ട പറഞ്ഞിട്ടാണ്. അത് മുഴുവൻ ജിഹാദികളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആ ജിഹാദി ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ്. അപ്പം പ്രധാനമായി അവർ അറ്റാക്ക് ചെയ്യുന്നത് പ്രോ ഹിന്ദു അല്ലെങ്കിൽ പ്രോ എസ്റ്റാബ്ലിഷ്മെന്റ്, കേന്ദ്ര സർക്കാരിന് പ്രോ ആയിട്ടുള്ള സകല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർത്താൽ മതി, ഈ കർഷക സമരത്തിന്റെ സമയത്ത് ഈ കർഷക സമരത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഏർപ്പാടായിരുന്നു. ഇവരെല്ലാം കൂടെ അവിടെ ഈ ജിഹാദികളെല്ലാം കൂടെ അവർ തടിച്ചുകൂടി മറ്റേ നമ്മുടെ റെഡ് ഫോർട്ടിലൊക്കെ കയറി അഭ്യാസം കാണിച്ചത്. ആ സമയത്ത് ഒരുപാട് പേരുടെ ഫേസ്ബുക്കും ട്വിറ്റർ അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട് ഇവർ ചെയ്യില്ല. വളരെ കുറച്ച് പേരുടെ ബ്ലോക്ക് ചെയ്തു, പിന്നെ അത് ബ്ലോക്ക് എടുത്ത് മാറ്റി. അതേസമയം ഇപ്പൊ വളരെ രസകരമായ സംഭവം നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും, കോൺഗ്രസിന്റെ ടൂൾ കിറ്റ് സംഭവം. അതായത് നമ്മുടെ ഈ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനായി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ഓക്സിജന്റെയും നമ്മുടെ ഇതൊക്കെ കണ്ടതാണല്ലോ, ഓക്സിജൻ, വാക്സിൻ ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് കൃത്യമായ ഒരു ടൂൾ കിറ്റ്, നമ്മുടെ ലക്ഷദ്വീപിലെ ടൂൾ കിറ്റ് മാതിരി, നമ്മുടെ എന്താ ഐഷയോ ഏണ്ട ഒരു വൃത്തിയുണ്ടല്ലോ അവരുടെ ടൂൾ കിറ്റ് മാതിരി കൃത്യമായ ജിഹാദി ടൂൾ കിറ്റ് ഇതിനകത്തുണ്ട്. അത് കോൺഗ്രസ് ചെയ്തതെന്നുള്ളൂ. അപ്പൊ ഈ ടൂൾ കിറ്റ് പുറത്തു കൊണ്ടുപോകും. ടൂൾ കിറ്റ് പുറത്തായി. ഈ ടൂൾ കിറ്റ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് സംബിത് പാത്ര ഉൾപ്പെടെ ഒന്ന് രണ്ട് BJP നേതാക്കൾ ഇത് ട്വീറ്റ് ചെയ്തു, കോൺഗ്രസിന്റെ ടൂൾ കിറ്റ്. ഇത് വലിയ നാഷണൽ ലെവലിൽ ചർച്ചയായി. ഇവരെന്ത് ചെയ്തിട്ടില്ല, ട്വിറ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സംബിത് പാത്രയുടെ ട്വീറ്റുകൾ, അതായത് സ്മൃതി ഇറാനി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ റീട്വീറ്റ് ചെയ്തു ഈ ടൂൾ കിറ്റ് വെച്ചിട്ട്. ഈ ടൂൾ കിറ്റിനകത്ത് അവർ ഒരു ടാഗ് ആഡ് ചെയ്തു, ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഫേക്ക് ആണെന്ന് ഇവർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പോലീസ്, ഡൽഹി പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് അവരോട് ആവശ്യപ്പെടും, നിങ്ങൾ ടൂൾ കിറ്റ് ഇത് ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ടൂൾ കിറ്റ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് കോൺഗ്രസും പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, നിങ്ങളുടെ ഇൻഫർമേഷൻ ഏതാണ് എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരണം. അതോടെ ഇപ്പൊ വെട്ടിലായി. കാരണം ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ പരാതി ഉണ്ടെങ്കിൽ പരാതി കേൾക്കുന്നതും അവർക്കെതിരെയുള്ള പരാതിയാണെങ്കിലും ബാക്കി ഏതെങ്കിലും അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ മറ്റാരെങ്കിലും ഇട്ട ട്വീറ്റിനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള പരാതിയാണെങ്കിലും പരാതി കേൾക്കുന്നതും പരാതി തീരുമാനിക്കുന്നതും ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കുന്നതും എല്ലാം ട്വിറ്ററാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ്. വേറെ ആർക്കും അതിനകത്ത് യാതൊരു കാര്യമില്ല, ആരും അറിയത്തുമില്ല, എന്താണ് ഏത് രീതിയിലാണെന്നുള്ള ആരും അറിയില്ല. അപ്പൊ ഇത്രയും എന്താ പറയുക, ഓട്ടോക്രാറ്റിക് ആയിട്ട് ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഈ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. ആർക്കും എന്തും ചെയ്യാം, ആരെയും തൊടാൻ പറ്റില്ല. ഫേക്ക് ഐഡികളിൽ ഇഷ്ടംപോലെ വന്ന് തെറി വിളിക്കും. ഇത് ആരാണെന്ന് ആർക്കും അറിയില്ല. പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കാം, ആരുടെയും തന്തയ്ക്ക് വിളിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. ആരും ഇതിന്റെ വിവരം ആരാണ് ഇത് ചെയ്തതെന്ന് ആർക്കും അറിയത്തുമില്ല. അങ്ങനെ വട്ടമാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. ഇതിനകത്ത് ഈ ഗ്രീവൻസ് സിസ്റ്റം കൂടാതെ, ഈ ഗ്രീവൻസ് സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ക്ലിയർ ആയി. കാരണം ഇപ്പോൾ ഒരു പരാതി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഫേസ്ബുക്കിൽ ഒരാൾ ഒരു എന്താ പറയുന്ന ഒരു ജിഹാദി ഒരു ഫേക്ക് നെയിമിൽ, ജിഹാദികളെല്ലാം ഫേക്ക് നെയിമിലാണ് വരുന്നത്. ആ ഫേക്ക് നെയിമിൽ എന്റെ ഫേസ്ബുക്കിൽ എന്റെ തന്തയ്ക്ക് വിളിക്കൂ അല്ലെങ്കിൽ എന്നെ മോശമായി പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ അവരെനിക്ക് ഉത്തരം തന്നേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഫിസിക്കലായിട്ട് ആളിരിപ്പുണ്ട്. ദേ ആർ റെസ്പോൺസിബിൾ. അവർ വന്നില്ലെങ്കിൽ അവർ ക്രിമിനലി റെസ്പോൺസിബിൾ ആണ്. കാരണം ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർമീഡിയറി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, IT ആക്ടിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഫേസ്ബുക്കിനും. കാരണം അവരെ മധ്യസ്ഥരാണ്, വേറൊരാൾ തരുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പൊ അവർക്ക് ഈ ഇടുന്ന ആൾക്കാരുടെ ആ പോസ്റ്റിന്റെ ക്രിമിനൽ ലയബിലിറ്റി അവരുടെ ഇല്ല. അതാണ് അവരുടെ പ്രൊട്ടക്ഷൻ. ഇവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ നിയമത്തിൽ നിന്ന് നഷ്ടപ്പെടും. അവരും ഇതിന്റെ ഭാഗമാവും, ക്രിമിനൽ കേസിന്റെ ഭാഗമാവും. അപ്പൊ നിവൃത്തിയില്ലാതെ ആ കാര്യത്തിൽ വെട്ടിലായി. രണ്ടാമതൊരു പ്രശ്നം ഇവർക്ക് വന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ആക്ട്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, റൂൾ 4(2) അതിനകത്ത് പറയുന്നത് സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി, അതായത് ഈ ഫേസ്ബുക്ക്, അത് 50 ലക്ഷത്തിൽ കൂടുതലാണ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ എല്ലാം വരും. എ സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി പ്രൊവൈഡിംഗ് സർവീസസ് പ്രൈമർലി ഇൻ ദ നേച്ചർ ഓഫ് മെസ്സേജിംഗ് shall enable the identification of first originator of the information on its computer resource as may be required by a judicial order passed by a court of competent jurisdiction or
or an order passed under section 69, അതായത് IT ആക്ടിലെ സെക്ഷൻ 69 by the competent authority as per the information technology procedure and safeguards for interception, monitoring and decryption of information rules 2009, which shall be supported with a copy of such information in electronic form provided that. ഇനിയാണ് കാര്യം, പ്രൊവൈഡഡ്. അതായത് ഇപ്പൊ പറഞ്ഞത് ഈ ഏതെങ്കിലും കോടതി ഉത്തരവോ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവോ ആയി ഫേസ്ബുക്കിനെയോ ട്വിറ്ററിനെയോ അപ്രോച്ച് ചെയ്താൽ എന്താ, ഒരു മെസ്സേജിന്റെ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ വന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജിന്റെ ഒറിജിനൽ, ആദ്യം ഇതാരാണ്, ഇത് ഒറിജിനേഷൻ എവിടെ നിന്നാണ് ഒറിജിനൽ വന്നത്, ആ ഒറിജിനന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽ കൊടുക്കണം. എന്ത് കാര്യത്തിൽ? പ്രൊവൈഡഡ് ദാറ്റ് an order shall only be passed. ഇങ്ങനെ ഒരു ഓർഡർ, ഇങ്ങനെ ആവശ്യം എന്തിന് എപ്പോഴാണ് പറയേണ്ടത്? only for the purpose of prevention, detection, investigation, prosecution or punishment of an offence related to the sovereignty and integrity of India, security of the state, friendly relationship with foreign states or public order, or of incitement to an offence relating to the above or in relation with rape, sexually explicit material or sexual abuse material, punishable with imprisonment for a term not less than 5 years. അതായത് രാജ്യവിരുദ്ധ ഫ്രണ്ട്ലി രാജ്യങ്ങൾക്ക് എതിരായിട്ടുള്ള, അതായത് നമ്മുടെ IPC ഓഫൻസ്, ഈ രാജ്യവിരുദ്ധ IPC ഓഫൻസ്, ആ IPC ഓഫൻസ് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ പബ്ലിക് ഓർഡർ, നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ചുള്ള പബ്ലിക് ഓർഡർ, ഇതിനെതിരായി അല്ലെങ്കിൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ, റേപ്പ്, അങ്ങനത്തെ റേപ്പ് റിലേറ്റഡ്, സെക്ഷലി റിലേറ്റഡ് ഒഫൻസുകൾ, ഇങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രം, അതിൻ്റെ മാത്രം അങ്ങനെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നാൽ അതിൻ്റെ ഒറിജിൻ ആരാണ്, എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, കാരണം അവനെയാണ് ശിക്ഷിക്കേണ്ടത്. അപ്പൊ അവന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇത് വന്നപ്പോൾ വലിയ പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. 36 മണിക്കൂറിനാം ഇത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇവിടെ വലിയ പ്രശ്നമായി. കാരണം ഇത് പറഞ്ഞപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ് വാട്സപ്പിൽ. അതുകൊണ്ട് ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയത് കാരണം ഒരെൻഡും മറ്റേ എൻഡും തമ്മിലുള്ള, അതായത് അയക്കുന്ന ആളും വായിക്കുന്ന ആളും മാത്രമേ, ഇടയ്ക്ക് ആർക്കും കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു എൻഡ് പൊളിച്ചാൽ ഇതിനകത്തോടെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ കയറാം. അപ്പൊ ഇത് പ്രൈവസി നഷ്ടപ്പെടും. ഇത് നാട്ടുകാരുടെ മുഴുവൻ പിന്നെ എന്താ പറയുന്ന മെസ്സേജുകൾ, നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധി വരും. ഇതൊക്കെയാണ് പറഞ്ഞത്. കാരണം ഇതൊക്കെ വളരെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യാജമാണ്. കാരണം ഇത് ആവശ്യപ്പെടുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് 7 or 8 മാനദണ്ഡം, ഇന്ന കേസുകളിലെ പ്രശ്നങ്ങളിൽ കോടതി ഉത്തരവോ അല്ലെങ്കിൽ അതുമാതിരി കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവോ കൂടി മാത്രമേ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആവശ്യപ്പെടാൻ പോലും പറ്റുള്ളൂ കേന്ദ്ര സർക്കാരിന്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിനാണ്. കാരണം രാജ്യസുരക്ഷയൊക്കെ വെച്ച് എന്ത് കാര്യങ്ങളും ചെയ്താൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഒരു രാജ്യത്തും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന് ആവശ്യപ്പെടുമ്പോൾ ആണ് പ്രശ്നം വരുന്നത്. അതിന് ഇവർ തയ്യാറല്ല. അവർ പറഞ്ഞാൽ ഇതിനിടയ്ക്കൂടെ ഇതിന്റെ പ്രൈവസി നഷ്ടപ്പെടുന്നതാണ്. ഇതിന്റെ ഒരു ബേസിക് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ നിയമം ഈ ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നുള്ള നിയമം 11/4/2011 അതായത് GSR 314E എന്ന് പറഞ്ഞ സർക്കാർ ഉത്തരവ് പ്രകാരം, നോട്ടിഫിക്കേഷൻ പ്രകാരം 2011 പിന്നെ അത് ഞാൻ വായിക്കാം, വന്നൊരു റൂളുണ്ട്. അതായത് these rules may be called Information Technology Intermediaries Guidelines Rules 2011. ഈ റൂളില് റൂൾ 3, 4 ഇതേ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. The intermediary on whose computer system the information is stored or hosted or published upon obtaining knowledge by itself or being brought actual knowledge by an affected person, writing or through email, signed with electronic statement about any information mentioned as sub rule 2 above. ഈ sub rule 2 നേരത്തെ പറയുന്നതാണ്. അതായത് ഈ പറയുന്ന ഇങ്ങനത്തെ ഇതൊക്കെ ഇൻഫ്രിഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും പ്രോണോഗ്രാഫിക്, ഗ്രോസ്ലി ഹാംഫുൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ഷാൽ വിത്തിൻ 36 hours
and the above order of such information disable such information and provide information subject to further the intermediary shall preserve such information as records and at least 90 days for investigation purpose. അപ്പോൾ ഇത് അന്ന് 2011 ഇതുണ്ട്. ഇതിപ്പോൾ 2021 സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. കാരണം 2011 പാവ സർക്കാരല്ല ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ. മാത്രമല്ല 2011 ഈ ജിഹാദികളും രാജ്യവിരുദ്ധരും എല്ലാവരും കൂടെ ചേർന്നാണ് ഭരിച്ചിരുന്നത്. അന്നത്തെ ഭരിച്ചിരുന്ന സർക്കാരിനെ നമുക്കെല്ലാം അറിയാം. ചൈനയിൽ പോയുള്ള പിന്നെ ചൈനയിൽ നിന്നുള്ള ഇങ്ങോട്ട് അംബാസഡർ മറ്റേ അവരുടെ അതിനകത്തുള്ള മീറ്റിങ്ങുകളും സോണിയാഗാന്ധി അവിടെ പോയി മീറ്റ് ചെയ്യുന്നതും പൈസ വാങ്ങിക്കുന്നതും ഇതെല്ലാം ഇവിടെ ഈ പബ്ലിക് ഡൊമൈനിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതുമാതിരി പാകിസ്ഥാനിൽ പോയി പിന്നെ ഇത് അറ്റൻഡ് ചെയ്യുക, പരിപാടികൾ അറ്റൻഡ് ചെയ്യുക, പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുക, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അന്ന് ഫുൾ ഇവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ സർക്കാർ നേരെ ഒന്നും പറയേണ്ട പ്രശ്നമേ വരുന്നില്ല. കാരണം സർക്കാരെല്ലാം രാജ്യവിരുദ്ധർ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാടായിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിച്ചു ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഈ 2011 സാധനം ഒന്നുകൂടെ 2021 വന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലും വന്ന് ഫേക്ക് ഐഡിയുമായി വരുന്ന ജിഹാദി പരമനാറിയ ജിഹാദി എന്താ പറഞ്ഞേ രാജ്യവിരുദ്ധ വൃത്തികെട്ട ആൾക്കാരെ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. കൃത്യമായി കോടതി പിടിച്ച് പൊക്കിയിട്ട് ആത്തിടും. അപ്പം ഇതാണ് ഇതിനകത്ത് ആകെയുള്ള പ്രശ്നം. അപ്പോൾ ഈ ഇപ്പം പ്രധാന പ്രശ്നം വെച്ചാൽ ഈ ട്വിറ്ററും മറ്റൊന്നും ഇവരെ ഇന്ത്യൻ നിയമം അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ രസം. ഇന്ത്യൻ നിയമം, ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി നടത്തുന്ന ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി, അവർ പറഞ്ഞു ഇന്ത്യയിലെ നിയമം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതിപ്പോൾ കോടതിയിൽ നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, സുപ്രീം കോടതിയൊന്നും പോയിട്ടില്ല, ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ഫേസ്ബുക്കും എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെ എല്ലാവരും, ട്വിറ്റർ ഒഴികെ ബാക്കി എല്ലാവരും ഈ നിയമം അംഗീകരിച്ച് മുമ്പോട്ട് പോയി. നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. കാരണം ഇനിയിപ്പം എനിക്ക് ഈ ഫേസ്ബുക്കിനെതിരെ ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് അംഗീകരിക്കാത്ത നിയമം നിലവിൽ വന്ന സ്ഥിതിക്ക് ഈ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുടെ അതേ കുറ്റം ഈ ഫേസ്ബുക്കിന് ഉടമസ്ഥനും ഉണ്ടാവും. അപ്പോൾ ആ പരുവത്തിലേക്ക് കാര്യങ്ങളെത്തി. അതാണ് ഇപ്പോഴത്തെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റം. ഇത് ആർജവമുള്ള മോഡി സർക്കാരാണ്. ഇനി എത്ര തലകുത്ത് നിന്നാലും ഇത് നടക്കുക തന്നെ ചെയ്യും. ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഇനി ഒരു കാര്യം കൂടെ, അത് സോഷ്യൽ മീഡിയയിലെ കാര്യം. ഇന്നിപ്പം ഒരു കാലിക പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ലക്ഷദ്വീപ് വിഷയത്തിൽ നാളെ എങ്ങാണ്ടോ ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ഈ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ പാസ്സാക്കാൻ പോകുന്ന പ്രമേയത്തിന് നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വിലയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതിനു മുമ്പ് പ്രമേയം പാസ്സാക്കിയത് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യം ഒരു പ്രമേയം പാസ്സാക്കിയത് നമ്മുടെ ജിഹാദി മദനിയെ, ജയിലിൽ കിടക്കുന്ന തീവ്രവാദി മദനിയെ പുറത്തു വിടാനായി എല്ലാവരും കൂടെ ചേർന്ന് UDF LDF എല്ലാവരും കൂടെ 140 MLA കൂടെ ചേർന്ന് ജയിലിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുക എന്ന് ആലോചിക്കണം. സുപ്രീം കോടതി ഉൾപ്പെടെ സകല കോടതികളും തലകുത്തി എന്ന കോടതികളിൽ പോയി നോക്കിയിട്ടും ജാമ്യം ലഭിക്കാത്ത, അത് അന്ന് നമ്മുടെ മോഡി ഗവൺമെന്റ് ഒന്നുമല്ല ഭരിക്കുന്നതെന്നും ആലോചിക്കണം. കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇതാ ഈ ജിഹാദി ആത്തുപോയത്. അപ്പം അവനെ പുറത്തിറക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കും. അതാണ് ഒരു പ്രമേയം, നമുക്ക് അടുത്ത അറിവിലുള്ള പ്രമേയം. രണ്ടാമത്തെ പ്രമേയം എന്താണ്? ആന്റി സി എ എ വിഷയത്തിൽ ഇവിടെ വന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നു. എന്ത് സംഭവിച്ചു? മദനിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? മദനി പുറത്തിറങ്ങിയോ? ഇല്ല. ആന്റി CAA കാര്യത്തിൽ എന്ത് സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നലെ മറ്റേ ഇരട്ടച്ചങ്കൻ വലിയ വായിൽ നിലവിളിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഇവിടെ CAA നടപ്പാക്കില്ല. അപ്പൊ ഇന്ന് അത് നടപ്പായിട്ടുണ്ട്. ഇന്നലെ മുതൽ അത് സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ഇതിനിടയ്ക്ക് ആന്റി CAA വെച്ച് വേറൊരു സംഭവം കൂടെ നടന്നു. ഇവർ ഓടിപ്പോയൊരു കേസ് കൊടുത്തു. ഏറ്റവും വലിയ തമാശ കേസ് കൊടുക്കാൻ നിയമപരമായ വകുപ്പില്ല സംസ്ഥാന സർക്കാരിന്.
സംസ്ഥാന സർക്കാരിന് വകുപ്പില്ലാത്ത രീതിയിൽ ഒരു സുപ്രീം കോടതിയിൽ ഒരു ഒറിജിനൽ, അതിനകത്താണ് ഗവർണർ ഒബ്ജക്ട് ചെയ്തത്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വഴി സൂട്ട് കൊടുത്താണ്. ഞാൻ കക്ഷി ചേർന്നിട്ടുണ്ട്, കാരണം സംസ്ഥാനത്തിന്റെ ഒരു കാര്യമില്ല. അപ്പം അന്ന് ഒരു കേസ് കൊടുത്തു. പിന്നെ മൂന്നാമത് പ്രമേയം പാസ്സാക്കിയപ്പോഴാണ് നമ്മുടെ കർഷക സമരത്തിന്. അപ്പം അതുമാതിരിയുള്ളൂ ഈ എന്താ പറയുക, നമ്മുടെ ലക്ഷദ്വീപ് വിഷയത്തിലും ഒരർത്ഥവുമില്ല. ഇവമാരി ഈ പറഞ്ഞ മാതിരി കിടന്ന് ചാടും, ഒരു കാര്യവുമില്ല. ചാവാലി പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞ മാതിരി ചന്ദ്രനെ നോക്കിയാണ് നിങ്ങൾ കുറയ്ക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ല